ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നലത്തെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്ന് പോകാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്ന സ്ഥലം സ്കീ ദുബായി ആണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളിന്ന് രാവിലെ നേരം വെളുത്ത് ഡ്രസ്സൊക്കെ മാറി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ടിക്കറ്റ് അങ്ങോട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയത്. ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഇട്ട ഡ്രസ്സിൻ്റെ പുറത്ത് തന്നെ ഞാനൊരു ജാക്കറ്റും എടുത്തിട്ടിട്ട് ഇറങ്ങുക ചെയ്തത് കേട്ടോ. അപ്പോൾ സ്കീ ദുബായിലോട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ കുട്ടികൾക്കെല്ലാം നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ക്യാപ്പ് തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർക്ക് കൊടുത്തു വിടാനായിട്ട്, പിന്നെ ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഇറങ്ങിയത്. അത്യാവശ്യം തണുപ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം നോക്കിയിട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഈ സ്കീ ദുബായി എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഉള്ളത് മോൾ ഓഫ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഒരു മോളിൻ്റെ അകത്താണ്. അപ്പം അതിൽ നമ്മൾ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തത് തന്നെ മോളിലാണ്. അപ്പം നമ്മളൊരു സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് എൻട്രി ചെയ്തത്. മോള് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഒന്നാമത് തന്നെ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് പോയാലുണ്ടല്ലോ, എല്ലാ മോളുകളും നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഉള്ളതെല്ലാം കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ കൂടുതലും ഉള്ളത്. ദുബായ് മോളൊക്കെ പോലെ തന്നെ നമുക്ക് ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഇതിനകത്തുണ്ട്. പർച്ചേസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു മോളാണ്. അല്ലാത്ത ഷോപ്പുകളും ഉണ്ട് കേട്ടോ. മാക്സ് പോലെയുള്ള ഷോപ്പുകളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമ്മളിത് ആദ്യം കണ്ടുപിടിച്ചു ഇത് എവിടെയാണ് എന്നുള്ളത്, ഗ്രൗണ്ടിലാണെന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുക കേട്ടോ ചെയ്തത്. കുറച്ച് ഇപ്പം ആണുങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല, അവരെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നേ. ഞാൻ എൻ്റെ ജാക്കറ്റെല്ലാം ഇട്ടത് അതിൻ്റെ അകത്ത് ഭയങ്കര തണുപ്പാണെന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. ഇത് യോഹൻ്റെ ജാക്കറ്റും ക്യാപ്പും ഒക്കെ എന്നെ പിടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ, അവർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എന്നിട്ട് വേണം കയറാനായിട്ട്. എങ്ങനെയുണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാനിത് പോകുന്ന വഴിക്കുള്ള കുറച്ച് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ആ ലൈറ്റ്സുകൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പറക്കുന്ന കുതിരയുടെയൊക്കെ പുറത്തവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഓരോ ഷോപ്പുകളുടെ എന്താണ് പറയുക വീഡിയോസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങ് ഞാൻ നടന്നു. ഞങ്ങൾ രാവിലെ ടൈമിൽ എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെയും സെഫോറ ഉണ്ട്. സെഫോറയിൽ എനിക്കൊന്ന് കയറണമെന്നുമുണ്ട്. പക്ഷെ ഞാൻ ദുബായ് മോളിൽ പോകുന്ന കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു അവിടുത്തെ സെഫോറയിൽ കയറാം എന്നുള്ളത്. പിന്നെ ഇവിടെ സാറ ഹോം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് കയറാനായിട്ട് ടൈം കിട്ടിയില്ല. തിരിച്ചു വരുമ്പോൾ എങ്ങാനും കയറാം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. പിന്നെ റിച്വൽസ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് കണ്ടു. ഈ ഷോപ്പ് എനിക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴേ ഭയങ്കര അട്രാക്റ്റീവായിരുന്നു. ആ ഷോപ്പെ ശരിക്കും ചെറി ബ്ലോസംസ് എല്ലാം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന പോലെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ടൈം കിട്ടുവാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറിയേ ഞാൻ പോവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ജ്വല്ലറിയുടെ ഷോപ്പുകളും പെർഫ്യൂമിൻ്റെ ഷോപ്പുകളും എല്ലാം നമുക്ക് കാണാം. നമുക്ക് വേറൊരു ഉദ്ദേശം അവിടെ പോയി ഇനി എന്താണ് അതിൻ്റെ ഉള്ളിൽ കയറി ഒരുപാട് സമയം എടുക്കുമോ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ വിചാരിച്ചു ആദ്യം അതിനകത്തോട്ടൊന്ന് കയറാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇവർ ജെൻസ് വരാനായിട്ട് കുറച്ചും കൂടി ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പം ഞാൻ ആ റിച്വൽസ് എന്ന് പറയുന്ന ഷോപ്പിൽ കയറി കേട്ടോ. ഈ പറഞ്ഞ പോലെ പെർഫ്യൂംസും പിന്നെ നമ്മുടെ ബോഡി മിസ്റ്റുകൾ അതൊക്കെയാണ് കൂടുതലും ഉള്ളത്. ക്രീം, കാൻഡിൽസ്, പെർഫ്യൂംഡ് കാൻഡിൽസ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇതിപ്പോൾ അത് കണ്ടോ 120 ദിറംസാണ് ഹെയർ ആൻഡ് ബോഡി മിസ്റ്റിനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പം അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. നല്ലത് കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ കയറിയത്. പിന്നെ നമ്മളിത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടിക്കറ്റ് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പർച്ചേസിങ്ങും അത് കഴിഞ്ഞിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കുറച്ചും കൂടി. അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ചുമന്ന് നമ്മൾ നടക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ ആ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു മാക്സ് ഉണ്ടായിരുന്നത്. മാക്സിലൊന്ന് കയറി നോക്കി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ മാക്സിൽ. അതുകൊണ്ടാണ് മെയിനായിട്ട് അതിനകത്ത് കയറി നോക്കാനായിട്ട് തന്നെ കാരണം. ഈ ബാഗ് എന്താണ് പറയുക, നമ്മുടെ ഇപ്പം മേക്കപ്പ് പ്രോഡക്റ്റും കാര്യങ്ങളും ഒക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു പൗച്ച് നല്ലത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഹെയർ അക്സസറീസ് ഇഷ്ടം പോലെയുണ്ട് അവിടെ. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ ആട്ടോ ഉണ്ടായിരുന്നത്. നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത മാതിരത്തെയൊന്നുമല്ല,
അതിനുള്ളതുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി. പിന്നെ സാൻഡിൽസ്, ഷൂസ് എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിലും മാക്സിൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാതിരിയുള്ള സാധനങ്ങൾ കിട്ടുന്നതൊക്കെ പോലെ തന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഞാനിത് എടുത്തിങ്ങനെ പിടിച്ചപ്പോഴാണ് രമ്യ എന്നെ ഓർമ്മിപ്പിച്ചത് നമുക്ക് പോയി വന്നിട്ട് എടുക്കാം എന്നുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സാധനം നോക്കിയിട്ട് നമ്മൾ എടുത്തില്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പം ആ ഐറ്റം ഒന്നും ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയും കുറവാണ്. കാരണം അത് അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ. അത്രയും ഫാസ്റ്റ് മൂവിങ് ആണ് ഇവിടെ കാര്യങ്ങളെല്ലാം. ഇതൊക്കെ ഹെയർ ബാൻഡുകളാണ്. നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നോക്കിയപ്പോൾ പിള്ളേർക്ക് ചിലപ്പം ഈ വിൻ്റർ ക്ലോത്തുകളെല്ലാം അത്യാവശ്യം നല്ലത് കിട്ടും നമുക്കിവിടെ. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ അത്യാവശ്യം നല്ല നല്ല ഇത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ആ നോക്കിയ ഒരു ബാഗ്, പിന്നെ പൗച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ചു. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാം, ഞങ്ങളിത് തിരിച്ചു വന്ന് എടുക്കാറായപ്പോഴത്തേനും ആ ബാഗിൻ്റെയൊക്കെ ഒരു 1 പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം അപ്പോഴേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുട്ടികളുടെ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ. ഞാൻ ഈ ഏത് ഷോപ്പിൽ ചെന്നാലും ചെറിയ കുട്ടികളുടെ സെക്ഷനിൽ എനിക്ക് അവരുടെ ഉടുപ്പുകളൊക്കെ ഒന്ന് നോക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെ പുതിയ ന്യൂ കളക്ഷൻസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം നോക്കി. ഒരുപാട് നല്ല ജാക്കറ്റ്സും കാര്യങ്ങളും എല്ലാം കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നത് വന്നിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഞാൻ അവിടെ പോകുന്നത് എന്നാണെന്നറിയാവോ, ഈ കുട്ടികളുടെ ഡ്രസ്സിൽ നമുക്ക് കുറേ കളർ കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. ഭയങ്കര വിയേർഡായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ഇടുന്നത് കാണാം. പക്ഷെ അത് വെച്ചേക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗി തോന്നുകയും ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ ഞാൻ ഈ ത്രെഡിൻ്റെയൊക്കെ കളർ കോമ്പിനേഷൻസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് ഈ ത്രെഡിന് കളർ കോമ്പിനേഷൻസ് എടുക്കുന്നതെന്നൊക്കെ. ഞാനിങ്ങനെ പോയി നോക്കും. നമ്മളിപ്പോൾ ഒരു ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിലും പല കളർ കോമ്പിനേഷൻസിൽ അവർ ഡ്രസ്സുകൾ ചെയ്തിട്ടേക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇതിലൊന്നും നമുക്ക് വേറൊന്ന് ചെയ്ത് നോക്കാം എന്നൊക്കെ തോന്നും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് കുട്ടികളുടെ ഡ്രസ്സ് നോക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിലൊക്കെ ഇവിടെയൊക്കെ കുറച്ച് സമയമൊക്കെ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ മെൻസിൻ്റെ സെക്ഷനിൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ടോമി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഷോപ്പിൽ കയറിയതാണ്. ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് തന്നെ കയറിയതാണ് കേട്ടോ. എനിക്ക് ടോമിയുടെ ബാഗുകൾ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒന്ന് കയറി നോക്കിയതാണ്. രമ്യയ്ക്ക് ഒരു ഗ്രീൻ കളർ ബാഗ് ഇഷ്ടമായി. അതിങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത്യാവശ്യം എനിക്കൊരു വലിയ ബാഗായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ കയറിയതാണ്. ഇതൊക്കെ ഒരു അത്യാവശ്യം നമ്മുടെ ഒരു പേഴ്സും മൊബൈലും ഒക്കെ ഇടാൻ പറ്റുന്ന അത്രയും വലിപ്പം ഇതിനൊക്കെ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒരു ക്ലച്ചേഴ്സ് ടൈപ്പ് ബാഗ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ കുറവാണ്. എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ കുറവാണ്. അവിടെ ഞാൻ കുട്ടികൾക്ക് തയ്ച്ച പോലത്തെ ക്യാപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബാഗ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വളരെയധികം എന്താണ് പറയുക, ഒരു ഭയങ്കര ഇഷ്ടം തോന്നി. അതിൻ്റെ ഒരു ഷേപ്പും പിന്നെ അതിൻ്റെ ഒരു നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്ര വലുപ്പമേ ഉള്ളൂ. എന്നാൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ബാഗായിരുന്നു. പക്ഷേ മക്കളെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേറെ 1-2 ഷോപ്പുകളും കൂടി നോക്കിയിട്ട് അത് പർച്ചേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അതവിടെ വെക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ നമ്മളിതും ചുമന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം അവർ വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഷോപ്പുകളെല്ലാം ഞങ്ങളൊന്ന് കയറി നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഒന്ന് നോക്കിയൊക്കെ വെക്കുകയാണ് ചെയ്തത്. ഇതാണ് സ്കീ ദുബായിയുടെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അവർ ആ ഭാഗങ്ങളെല്ലാം നല്ല ക്രിസ്മസി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് ഇപ്പോൾ ഈ കാണുന്നത് ഒരു കോഫി ഷോപ്പ് എന്തോ ആണ്, അതും അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ട് കയറുമ്പോഴേ ആ ഒരു തണുപ്പ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഈ എനിക്ക് ഈ ഡെക്കറേഷൻസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഡെക്കറേഷൻസൊക്കെ നോക്കി ആ ട്രീയിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ ബോർഡൊക്കെ ടെക്സ്ചറും കാര്യങ്ങളും എന്ത് റിബണാണ് അതെല്ലാം നോക്കി പയ്യെ കേട്ടോ ഞാൻ പോകുന്നുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു, നമുക്ക് ആൾക്കാർ വരാനും ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനകത്തോട്ട് പയ്യെ കയറിയത്. പക്ഷേ ഇത്രയും നേരം നടന്നപ്പോഴത്തേനും കാല് നല്ലതുപോലെ വേദന എടുക്കുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ ഇത് കണ്ടത്. ഇത് അവിടെ ഇരുന്ന് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു പ്ലേസാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓടിപ്പോയി അതിനകത്ത് പോയി ഇരിക്കാം, കുറച്ച് സമയമെങ്കിലും ഇരിക്കാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ഇരുന്ന് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന മാതിരിയൊന്നുമല്ല. അപ്പോഴത്തേനും അടുത്ത ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരും. അപ്പോൾ പിന്നെ വേഗം എഴുന്നേറ്റ് നമ്മൾ കൊടുക്കണം. നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഉള്ളിൽ കയറിയിട്ട് ഇപ്പം
നമുക്കിത് ടാഗൊക്കെ തന്നു. ഇനി നമ്മളിതിൻ്റെ സ്കേറ്റിംഗ് ഷൂസ്, ജാക്കറ്റ് ഇതെല്ലാം നമ്മൾ എടുക്കാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം. അവർ ജെൻസ് ഇപ്പോഴും വന്നിട്ടില്ല. അപ്പം അവർക്കുള്ളതും കൂടി നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ദാണ്ട് ഇതിനകത്ത് കയറി കേട്ടോ. ഫുൾ സ്നോയാണ് ഇത്. ഫുൾ ഇവിടെ നല്ല നല്ല തണുപ്പാട്ടോ. യോഹനമസ് നോ നോ ബാഗ് മാറ്റൂ. നോ ഹായ് ഗൈസ്, ഇപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ. ഇത് കണ്ടോ, മൊത്തത്തിൽ മൂടി പുതച്ച്. വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, നല്ല തണുപ്പാ. പോടാ, നല്ല തണുപ്പുണ്ട്. എൻ്റെ കൈ ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി കയ്യിലെ ഗ്ലൗസ് ഊരിയേക്കുക. നല്ല ഐസ് പോലെയാവും ഇപ്പം തന്നെ. ഇതുണ്ടല്ലോ, മോളിൽ നിന്ന് ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് വരാനായിട്ട് ഇതുപോലത്തെ ബോർഡ് വെച്ചിട്ട് സ്കേറ്റ് ചെയ്ത് വരും പിള്ളേരൊക്കെ കയറിയിട്ടുണ്ട്. ഷാൻചേട്ടനും പിള്ളേരും എല്ലാവരും കയറി അതിലെ വരും. കുറച്ച് നേരം കുട്ടികളെല്ലാം മുകളിലോട്ടൊക്കെ കയറിപ്പോയി കേട്ടോ, ഓരോരോ റൈഡുകൾ ചെയ്യാനായിട്ട്. പിന്നെ നോക്കിയിട്ട് ഇവരെ ആരും കാണാനും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കിടന്ന് തപ്പിപ്പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുമായിരുന്നു. ഈ തണുപ്പത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ, ഇരിക്കാനൊന്നും നമുക്കൊരു സ്പേസോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നുമില്ല. പിന്നെ ഞാനും രമ്യയും കൂടി മുകളിലോട്ട് കയറി ചെയർ ലിഫ്റ്റ് റൈഡ് എന്ന് പറയുന്ന ഒരു റൈഡിൽ നമ്മൾ കയറി അവിടെ ക്യൂ നിന്നു. അപ്പോഴത്തേനും ഇവർ വന്ന് നമ്മളെ കണ്ടുപിടിച്ചപ്പോഴത്തേനും അവർക്കും അതിൻ്റെ അകത്ത് പെട്ടെന്ന് കയറാൻ പറ്റിയിട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഈ റൈഡൊക്കെ നമ്മുടെ ടിക്കറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഇത് ഭയങ്കര സ്ലോയിലാണ് ഈ റൈഡ് പോയിക്കൊണ്ടിരുന്നിരുന്നത് എന്ന് മാത്രമല്ല നമുക്ക് പേടിയാവുകയും ചെയ്യും, സ്ലോ ആയ കാരണം കൊണ്ട്. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പോയിരുന്നത്. ഇത് ഷൂട്ട് ചെയ്യലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പാടുള്ള ഒരു കാര്യം. ഗ്ലൗസ് ഊരിയിട്ട് ഇത് ക്യാമറ കയ്യിൽ വെച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് കൈയൊക്കെ നല്ല ഐസായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ നിന്ന് നമ്മൾ പയ്യെ കുറച്ച് കഴിഞ്ഞപ്പം താഴോട്ട് എത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പെൻഗിൻ ഷോ നമുക്ക് ഉണ്ടായിരുന്നു. ചെറിയ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ ഹോട്ട് ചോക്ലേറ്റും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇത് നമ്മൾ എന്തായാലും കുടിച്ചൊക്കെ പോകും, കാരണം അതിനകത്ത് അത്രയും തണുപ്പാണ്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും പോയി അതൊക്കെ മേടിച്ച് വന്നപ്പോഴത്തേനും ഈ ഷോ തുടങ്ങാറായി. അപ്പോൾ പിന്നെ അതും കണ്ട് അധികം താമസിക്കാണ്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കാരണം കുട്ടികൾക്ക് പിന്നെ സ്കേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ ഇറങ്ങി ഒന്ന് ഫ്രഷായിട്ട് പിന്നെയും അവർ തിരിച്ചതിൻ്റെ അകത്തോട്ട് കയറി. ഈ ബാഗിൻ്റെ അകത്താണ് ഇത് ഇട്ടിരുന്നത് കേട്ടോ. അതും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി. ഇത് ഫുള്ള് ഗ്ലാസ്സെല്ലാം ഇങ്ങനെയായിട്ടിരിക്കും. ഇനി ഇതെല്ലാം ക്ലീൻ ആക്കണം. ഞങ്ങളിതേ ഇറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി പിള്ളേർ സ്കേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി അവർ പോയി. ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി അവർ സ്കേറ്റിങ്ങും കൂടി കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ പോകുന്നുള്ളൂ. ഇപ്പം തന്നെ 4:30 ആയല്ലേ, 4:30 ആയി.
5:30 ആകുമ്പോൾ എത്തണം കേട്ടോ. അപ്പോൾ ഇനി 5:30 വരെ ഇവിടെ ഇരിക്കണം. ഭയങ്കര റഷ് കണ്ടോ. ഓക്കെ, അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം ദുബായിൽ വരുന്ന ആൾക്കാർ ക്യാപ്പ് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ കൊണ്ടുവരണം കേട്ടോ. ബാക്കിയെല്ലാം അവർ തരും, ഗ്ലൗസ് കാര്യങ്ങളൊക്കെ അവർ തരും. പക്ഷേ നമ്മളുടെ ചെവി അടച്ച് വെക്കാൻ പറ്റുന്ന മാതിരി ക്യാപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുവരണം. അത് മാത്രമേ ഉള്ളൂ. ഏജ് വൈസ് വാവച്ചൻ ഒരു ഗ്രൂപ്പിലും അർജുൻ വേറെ ഗ്രൂപ്പിലുമാണ്. പക്ഷെ അവരിങ്ങനെ അടുത്തടുത്തായിരിക്കും ചെയ്യാൻ തോന്നും. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു 5:30 തീർച്ചയായിട്ടും ഇവിടെ എത്താനായിട്ട് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ചീസ് കേക്ക് ഫാക്ടറിയിലേക്കാണ് പോയത്. അവിടുത്തെ ഫുഡ് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു 20 മിനിറ്റോളമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് തന്നെ. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങളവിടെ ഓർഡർ ചെയ്ത സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷ് ആൻഡ് ചിപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റിബൈ സ്റ്റേക്ക്. ഇത് റിബൈ സ്റ്റേക്കിൻ്റെ തന്നെ സൈഡ് ഡിഷസ് രണ്ടായിട്ടോ. ഒന്ന് മാഷ് പൊട്ടറ്റോയും ഒന്ന് ഒരു ഗ്രിൽഡ് ബീൻസും ഒക്കെ ആയിട്ടാണ് ഓർഡർ ചെയ്തത്. പിന്നെ ആൽഫ്രഡോ സ്പെഗറ്റിയോ പാസ്തയോ അങ്ങനെ എന്തോ ആണത്, സ്പെഗറ്റിയാന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ഡിഷുകളും പിന്നെ ജ്യൂസ് കാര്യങ്ങൾ ഇതെല്ലാം ആണ് കഴിച്ചത്. പിന്നെ ചീസ് കേക്ക് ഫാക്ടറിയിൽ ഒരു ബെറി ഫിൽഡ് ചീസ് കേക്കാണ് കേട്ടോ ട്രൈ ചെയ്തത്. ഇങ്ങനത്തെ ഇയർ റിങ്സ് ഒക്കെ ഭയങ്കര ഇതാട്ടോ എനിക്ക്. ഇതുണ്ടോ ഇങ്ങനത്തെ ഇതൊരു റിങ്ങിൻ്റെ സെറ്റാണ്. ഇതൊരു ബാങ്കിലല്ല, ബ്രേസ്ലെറ്റ്സ് പോലെ അതൊരു റിങ്. നൈസ് കളക്ഷൻ, നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് വൈറ്റ്. ഇത് കണ്ടോ, ഇത് കാണിച്ചു വാച്ചി. ഇത് കണ്ടോ, ഇതിൻ്റെ മോതിരമുണ്ട്, ചെറിയ സ്റ്റഡ് ഉണ്ട്, പിന്നെ അതിൻ്റെ വലിയ ചെയിൻ പോലെയുണ്ട്. ഇതിന് 29 ദിറംസ് ഒക്കെയാണ് വരുന്നത്. 27 ദിറംസ് ഒക്കെ വരുന്നത്. ഇത് രസമുണ്ട് കാണാനായിട്ട്. മോതിരത്തിന് പകരം വള, ബ്രേസ്ലെറ്റ് പോലെ ഇടാനായിട്ട്. ഇതിനൊക്കെ 37 ദിറംസ് വരും ഇതിനൊക്കെ. പക്ഷെ എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല രസമുണ്ട്. വാവ്, എൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞു. ഈ ഓർണമെൻറ്റ്സ് എല്ലാം പർച്ചേസ് ചെയ്തത് മാക്സിൽ നിന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മാക്സിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഡ്രസ്സിനും ബാഗിനും സാൻഡിൽസിനും ഷൂസിനും ഒന്നും അല്ലാണ്ട് ഓർണമെൻറ്റ്സിനും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ താഴെ കണ്ട സെഫോറ എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ടോപ്പ് ഭാഗമാണ്. ഇതിന് പറയുക, അവരുടെ കളർ തീമിൽ തന്നെ ഉള്ള ഒരു ക്രിസ്മസ് ട്രീ പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലും ഒക്കെ നിറച്ച് ഡെക്കറേഷൻസും ലൈറ്റും ഹാങ് ചെയ്ത് കിടക്കുന്ന ലൈറ്റുകളും. ഇതൊരു ഡോമിൻ്റെ ഷേപ്പ് ഉണ്ട് 2 സൈഡിലും ഈ ഒരു മോളിന്. അപ്പം ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ നിറച്ച് തൂങ്ങി കിടക്കുന്ന പോലെയൊക്കെ ലൈറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ട പോലെ ഹാരി പോട്ടറിൻ്റെ തീമിലൊക്കെ ഉണ്ടായിരുന്നു ചില ഷോപ്പുകളിലൊക്കെ. നല്ല ഓരോ ഷോപ്പുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമുകളും എടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിസ്മസിൻ്റെ മാത്രമല്ലാതെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരമൊക്കെ നടന്ന് ഇനി അടുത്തൊരു വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പാർക്കിംഗ് മോളിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ പിന്നെ മോളിൽ പോയി വണ്ടി കണ്ടുപിടിച്ചു. അങ്ങനെ വേഗം ഹോട്ടലിലേക്ക് പോകാട്ടോ ചെയ്തത്. എല്ലാവരും നല്ല ടയേർഡാണ്. സ്കീ ദുബായിൽ കയറി ഇറങ്ങിയ കാരണം കൊണ്ട് നമുക്ക് ബോഡി നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. ബൈ.